ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര വളരെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിലാണ്. നമ്മൾ പയ്യന്നൂർ നിന്നൊക്കെ അടുത്തുള്ളവർ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ അരിയിൽ വെള്ളച്ചാട്ടം. അതായത് ഹരിതീർത്ഥക്കര എന്നൊക്കെ ഉള്ള പേരുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇത് മാത്തിലും ടൗണൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നിലേക്ക് ചൂരൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉള്ളിലോട്ട് ഒരു റോഡുണ്ട്, 2 റോഡുണ്ട്. നമ്മൾ പോയതൊരു കട്ട് റോഡ് വഴിയാണ്. അപ്പോൾ ഇവിടെയുള്ള അടുത്തുള്ളവർ പയ്യന്നൂരൊക്കെ ഉള്ളവർ എന്തായാലും ഒരു ഈവനിങ് ഒക്കെ കുട്ടികളെയും കൂട്ടിയിട്ട് വരാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പം ഇന്നും പതിവ് പോലെ തന്നെ സ്വന്തമായിട്ട് ഒരുപാട് സ്റ്റോറീസൊക്കെ ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട്. അവളതായ സ്റ്റോറിയാണ്. നമുക്ക് എന്താന്ന് പറയുന്നത്, നമ്മൾ കുപ്പായം ഉണ്ടാവും, മാറ്റാൻ കുപ്പായമുണ്ട്. നമ്മൾ എലി വെള്ളച്ചാട്ടത്തിൽ എത്തും. ഇത് ഇവിടെ ടാറിട്ട റോഡൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കട്ട് റോഡ് വഴിയാണ് സിദ്ധാർത്ഥന അറിയുന്ന പറഞ്ഞ ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയാണ് എത്തുന്നത്, മറ്റേത് മുകൾ സൈഡിലാണ് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടുത്തെത്തി. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. ഇതിപ്പോൾ മഴക്കാലമല്ല കേട്ടോ, മഴ കാലം തന്നെയാണ്. പക്ഷേ ഇപ്പം കുറേ ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇതിലൂടെ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. ഇതാണ് നമ്മുടെ കുഞ്ഞു വാട്ടർഫോള്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ള ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തി. അരിയിൽ വെള്ളച്ചാട്ടം ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ പോകുന്നത്. കുട്ടികളും കൂടി പോവാം. എനിക്ക് തോന്നുന്നു നമ്മളാണ് ഇവിടെ ആദ്യമായിട്ട് മീൻസ് ഇത്ര അടുത്തായിട്ട് ആദ്യമായിട്ട് വരുന്നത് നമ്മളായിരിക്കും. കാരണം ഇവിടെയുള്ളവരൊക്കെ ഈ വെള്ളച്ചാട്ടം എന്തായാലും സന്ദർശിച്ചിട്ടുണ്ടാവും. അത്രയും ഫേമസ് ആണ്. ഇത്ര നമ്മുടെ നാടിനടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ അത്ഭുതമാണ്. കുട്ടികൾക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുള്ളായ വെള്ളച്ചാട്ടമാണ് കേട്ടോ. അധികം വെള്ളമില്ലാത്തോണ്ട് കളിക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ മുകളിലും ഇതാണ് വ്യൂ. ഇവിടെയും നമുക്ക് കളിക്കാം. കുറച്ച് താഴെയാണ് വെള്ളമുള്ളത്. ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ ഒന്നും പറ്റില്ല, താഴെയാണ് പറ്റുക. മുകളിൽ പോവാം. അത്ര ഡേഞ്ചറായൊരു വെള്ളച്ചാട്ടമൊന്നുമല്ല. കാലുവേദനയും മുട്ടുവേദനയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. കാരണം കുറച്ച് ഹൈറ്റിലോട്ട് കയറാനും നടക്കാനൊക്കെ ഉണ്ട്. അതല്ലേ അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുകളിലാണ് കേട്ടോ രസം. നല്ല സ്ലിപ്പാവുന്ന വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെയുള്ള കരിങ്കല്ലുമാണ്, അതൊക്കെ നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ആഴമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്നില്ല, ഭയങ്കര സ്ലിപ്പാവുന്നുണ്ട്.
ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കാണെന്നാണ് കേട്ടത്. നമ്മൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തീരെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. ഒക്കെ അരിയിൽ വെള്ളച്ചാട്ടത്തിൽ വന്നിരിക്കാൻ നല്ല രസമാണ് കുട്ടികളെയും കൂട്ടിയിട്ട്. ഇതുവഴിയും മുകളിലേക്ക് വരാം. നമ്മൾ അതുവഴി അപ്പുറത്തെ സൈഡിലെ കൂടെയാണ് വന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.